കൂൺ കൃഷിയിൽ നൂതനമായ പരീക്ഷണങ്ങളിലൂടെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി വിപുലപ്പെടുത്തി മുന്നേറുകയാണ് കണ്ണൂർ മണത്തണ സ്വദേശി പാറയ്ക്കൽ ജോസഫ്. വർഷങ്ങളായുള്ള തന്റെ കൂൺ കൃഷിയിലെ അനുഭവ സമ്പത്ത് തന്നെയാണ് ജോസഫിന് കൂൺ കൃഷിയിൽ മുതൽക്കൂട്ടായി മാറുന്നത്. 2003 ജോസഫ് ചെറിയ തോതിൽ കൂൺ കൃഷി ആരംഭിച്ചത്. എന്നാൽ വിപണി കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ പാതി വഴിയിൽ കൃഷി ഉപേക്ഷിക്കേണ്ടി വന്നു. എങ്കിലും വീട്ടാവശ്യത്തിനും മറ്റുമായി ചെറിയ തോതിൽ കൂൺ കൃഷി അദ്ദേഹം തുടർന്നു. കുമരകത്തിൽ നിന്ന് ലഭിച്ച ഒരു ദിവസത്തെ പരിശീലനം മാത്രമാണ് ജോസഫിനുള്ളത്. തുടർന്ന് തന്റെ കൃഷിയിലെ അനുഭവ സമ്പത്ത് കൈമുതലാക്കി അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളാണ് കൃഷിയിൽ മികച്ച വിളവ് നേടുന്നതിന് സഹായിച്ചത്. ഒരു വർഷം മുൻപ് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കൂൺഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലാർജ് സ്കെയിൽ ഉൽപാദനത്തിനായി 2 ലക്ഷം രൂപ സബ്സിഡി ലഭിച്ചതോടെയാണ് ജോസഫ് വാണിജ്യാടിസ്ഥാനത്തിൽ കൂൺ കൃഷി ആരംഭിച്ചത്. ഈ 6 വർഷം കൊണ്ട് ഇവിടെ കൂൺ കൃഷിയിൽ നല്ല രീതിയിൽ മുന്നേറാൻ തുടങ്ങിയ സമയത്താണ് കഴിഞ്ഞ വർഷം ഇവിടെ പേരാവൂർ ബ്ലോക്ക് തന്നെ കൂൺ ഗ്രാമം പദ്ധതിയായിട്ട് പ്രഖ്യാപിക്കുകയും എനിക്ക് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാർജ് സ്കീം അനുവദിച്ചു കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ഇപ്പം ഇവിടെ നല്ല രീതിയിൽ കൂൺ കൃഷി നടത്തുന്നതും ഏകദേശം ഒരു 6-7 കിലോ ഡെയിലി വിൽക്കാൻ പറ്റുന്നുണ്ട്. 2500-3000 രൂപ ഡെയിലി സമ്പാദിക്കാനും പറ്റുന്നുണ്ട്. ഇപ്പം കൂൺ കൃഷി ഇവിടെ ഓയിസ്റ്റർ മഷ്റൂമിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും നമ്മൾ പാൽക്കൂണും കൂടി തുടങ്ങിയിട്ടുണ്ട്. കൃഷി വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി പ്രിസർവേഷൻ യൂണിറ്റിനുള്ള സബ്സിഡി അനുവദിച്ചിട്ടുണ്ടെന്നും യൂണിറ്റിന്റെ നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇവ നൽകുമെന്നും പേരാവൂർ കൃഷിഭവൻ മുൻ കൃഷി ഓഫീസർ MM സാന്ദ്ര പറഞ്ഞു. നിലവില് ജോസഫേട്ടൻ ഓയിസ്റ്റർ മഷ്റൂംസും മിൽക്കി മഷ്റൂംസും ആണ് ചെയ്തു വരുന്നത്. ഇത് സക്സസ്ഫുൾ ആണെന്ന് കണ്ടുവരുന്നതോടുകൂടി ബട്ടൺ മഷ്റൂംസും ചെയ്യാൻ വേണ്ടിയിട്ട് ജോസഫേട്ടൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ സപ്പോർട്ട് നൽകുന്ന ഉദ്ദേശത്തോടു കൂടി കൂൺഗ്രാമത്തിൽ തന്നെ നമ്മളൊരു പാക്ക് ഹൗസ് കൂടി ജോസഫേട്ടന് ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം ഉപയോഗിച്ച് 1000-ഓളം കൂണാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. റബ്ബർ മരത്തിന്റെ അറക്കപ്പൊടി സംസ്കരിച്ചാണ് കൂൺ കൃഷിക്കുള്ള ബെഡ് തയ്യാറാക്കുന്നത്. ഇത് മറ്റു കൃഷിരീതികളെക്കാൾ ഉൽപാദനം ലഭിക്കുമെന്നാണ് ജോസഫിന്റെ പക്ഷം. ദിനംപ്രതി 7 കിലോ കൂണാണ് തന്റെ കൃഷിയിലൂടെ ജോസഫ് വിപണിയിൽ എത്തിക്കുന്നത്. ചിപ്പിക്കൂൺ, പാൽക്കൂൺ എന്നിവയാണ് ജോസഫ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. വൈകാതെ തന്നെ ബട്ടർ മഷ്റൂം കൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ജോസഫ്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.